ഞാൻ എൻ്റെ മോളുടെ ഒരു ജയത്തെപ്പറ്റി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് ഇവിടുന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആദ്യം തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും ഒരു ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ശൂന്യതയിൽ നിൽക്കുമ്പോൾ ഒരു ദൂത് വരിക. ആ ദൂത് പറഞ്ഞാൽ നിൻ്റെ പേര് യുണൈറ്റഡ് കിങ്ഡം എന്ന കിങ്ഡത്തിൽ നീ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു, നിൻ്റെ പേര് തീ കൊണ്ട് എഴുതി കാണിക്കുന്നു. അന്ന് ഞങ്ങളത് അത്ര ഞാൻ ബുദ്ധി അപ്ലൈ ചെയ്തപ്പോൾ അതുമായിട്ട് അത് വർക്കൗട്ട് ആയില്ല. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതേ ദൂത് തന്നെ വീണ്ടും എൻ്റെ ഓർമ്മയിൽ വരികയും ഞങ്ങൾ അതനുസരിച്ച് ചുവട് വെച്ചു. ശൂന്യതയിൽ നിന്ന്, പക്കാ ശൂന്യതയിൽ നിന്ന് പറഞ്ഞാൽ വെറും ശൂന്യതയിൽ നിന്നാണ് എൻ്റെ മോള് UK കടന്നു പോകാനിടയായത്. ഏകദേശം 15 ലക്ഷം രൂപയിലധികം എവിടുന്ന് വന്നു എനിക്കറിയില്ല. അതൊക്കെ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള. എന്നാൽ ഇപ്പോൾ പറയുന്ന സാക്ഷ്യം അത് അവളുടെ തന്നെയാണ്. അവൾ കഴിഞ്ഞ ഈ ഫെബ്രുവരി 5-ാം തീയതി വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അതിനു മുമ്പ് അവൾക്ക് ജനുവരി മാസം 13-ാം തീയതി ഡിസർട്ടേഷൻ, അവിടുത്തെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പേപ്പർ വെക്കേണ്ട ദിവസമാണ്. ഇവൾ മെയിൽ നോക്കി, ഇവൾ ധരിച്ചിരുന്നു 19-ാം തീയതി. 19-ാം തീയതി ആണല്ലോ എന്ന് കരുതി നോക്കിയിരുന്നപ്പോൾ ഡേറ്റ് കഴിഞ്ഞു പോയി. പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അന്വേഷണം വന്നു. എന്തി അപ്പോഴേക്കും കൊച്ചൻ കുറേ പ്രളമായി. അവൾ ഇവിടെ പാസ്റ്റർ വിളിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ വന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഒരു സ്ത്രീ ചിരിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അവളുടെ പേപ്പർ ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണുന്നു. വെരി നെക്സ്റ്റ് ഡേ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അടുത്ത ദിവസം തന്നെ ഒരു സ്ത്രീ അവൾക്ക് വേണ്ടി ഇടപെട്ടു. ഒരു ഡോക്ടറാണ്, അവരിടപെട്ടു. കാരണം അവർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുകൊണ്ട് ഇടപെട്ടു. ആ കാര്യങ്ങൾ നടന്നു. വീണ്ടും ഞങ്ങൾ അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അതുകൂടെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഈ 5-ാം തീയതി ഇപ്പം അവളുടെ വിസ തീരുന്നു. 13-ാം തീയതി 5-ാം തീയതി UK ഒരു ഡെഡ് ലൈനാണ്. കഴിഞ്ഞ ഈ PSW വിസയ്ക്ക് വെക്കാനുള്ളവർക്കെല്ലാം അതുവരെ 2.5 ലക്ഷം രൂപ, ഇവിടുത്തെ 2.5 ലക്ഷം രൂപയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അവിടുത്തെ അതിനനുസരിച്ച് തുല്യമായ പൗണ്ടാണ്, അത് അടയ്ക്കണം. അപ്പോൾ ആ 5-ാം തീയതി തന്നെ അടയ്ക്കാം എന്ന് കരുതിയിട്ട് അവളതിന് വേണ്ടിയിട്ട് തയ്യാറായി. അതിനൊരു അഡ്വക്കേറ്റാണ്, മലയാളിയാണ്, അദ്ദേഹമാണ് അതിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ലക്ഷം രൂപയായിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ അയാൾ പറയുകയാണ്, നീ ജയിക്കുമെന്ന് നല്ല ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ ഈ പൈസ അടയ്ക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഈ പൈസ അടച്ചാൽ കിട്ടത്തില്ല. തോറ്റാൽ നീ ഇവിടുന്ന് തിരികെ പോകേണ്ടി വരും. ഒരു നെഗറ്റീവായിട്ടുള്ള വേടാണ് കിട്ടിയത്. ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിശ്വാസത്തോടെ പറ. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ അഡ്വക്കേറ്റ് സമ്മതിക്കുകയില്ല. അഡ്വക്കേറ്റ് പറഞ്ഞു, നിനക്ക് 2.5 ലക്ഷം രൂപ നഷ്ടമാവും, നീ പോകണം. പക്ഷേ അങ്ങനെ ആ ഫീസ് അടയ്ക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ വിസ ഫീസ് അടയ്ക്കാൻ പറ്റാതെ 5-ാം തീയതി നിൽക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുന്നതിന് മുമ്പായിട്ട് പ്രൊഫഷണൽ റിസൾട്ട് വന്നു. പ്രൊഫഷണൽ റിസൾട്ട് അവൾ പാസ്സായി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അഡ്വക്കേറ്റിനെ വിളിച്ചു. അപ്പോൾ തന്നെ ആ വിസകളുടെ ആപ്ലിക്കേഷൻസ് അത് പേപ്പർ മൂവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ ഒരു ഫേവർ. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ 1 കുട്ടി തിരികെ പോരേണ്ടി വരും. 2 ഇനി ഇതിന് ശേഷമാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ 3.5 ലക്ഷം രൂപ വേണം. തന്നെയുമല്ല എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് വേറെ ഒരു 50,000 രൂപ വേറെ വേണം. അങ്ങനെ ഞങ്ങൾക്ക് ലഭിച്ചത് ഏകദേശം 1.5 ലക്ഷത്തിൽ, അതിൻ്റെ കൂടെ അഡ്വക്കേറ്റ് ഫീസ് കൂടെ ഉണ്ട്. ആ 1.5 ലക്ഷത്തിലധികം രൂപ കുഞ്ഞിന് അവിടെ ലഭിക്കുകയും 1 രൂപയും കടം കൂടാതെ ഇവിടുന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ട ഒരു സമയമുണ്ട്. അന്ന് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, പാസ്റ്റർ പ്രാർത്ഥിച്ചൊരു തുകയും കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൾക്ക് അവിടെ പൗണ്ട് കുറഞ്ഞു പോകരുത്. ഞാനത് ഈ സമയം ഓർക്കുക, ആ പൗണ്ട് കുറഞ്ഞു പോകരുത്. അവൾ അവിടെ ജോലി ചെയ്തിട്ടാണ് അവളുടെ ലാസ്റ്റ് ഫീസ് അടച്ചത്. അതുപോലെ ഈ കാര്യം ചെയ്തത്. ഇത് പൗണ്ട് കുറഞ്ഞു പോവല്ല, 1 പൈസയും കടം വാങ്ങേണ്ടി വന്നില്ല, മിച്ചവും കയ്യിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാക്കുകൾ ഇന്നും ജീവനുള്ളതാണ്. ആ വാക്കുകൾ ഇന്നും ജീവനുള്ളതായിട്ട് അവളുടെ ജീവിതത്തിൽ നിൽക്കുക, ഞങ്ങളുടെ ജീവിതത്തിൽ അത് നിൽക്കുക. ഞങ്ങളത് അനുദിനം ഞങ്ങളത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേൾക്കുന്ന ദൂതുകൾ വിശ്വാസമായി പരിണമിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിർത്തുന്നു. അവസരം നിന്ന പാസ്റ്റർ സഭയോർത്ത് നന്ദി പറയുന്നു. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അത്ഭുതനായ യേശുവിന് നന്ദി പറഞ്ഞു.